ദൈവസേനാപതിയായ സുബ്രഹ്മണ്യ ഭഗവാന്റെ അറുപട വീടുകളിൽ രണ്ടാമത്തേതാണ് തൃച്ചന്തൂർ. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് തൃച്ചന്തൂർ. തിരുനെൽവേലിയിൽ നിന്നും 51 കിലോമീറ്റർ ദൂരം. യാത്രയിലുടനീളം കേരളീയ ഗ്രാമഭംഗിയെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകൾ കാണാം. നെൽവയലും തെങ്ങിൻ തോപ്പും നിറഞ്ഞ ദേശം. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരദേശ ഗ്രാമം. കടലിനോട് ചേർന്നൊരുമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. 10 ഏക്കറോളം വരുന്ന ക്ഷേത്ര പരിസരം മല പോലെ ഉയർന്ന് കടലിലേക്ക് ചാഞ്ഞു കിടക്കുന്നു. മല കടഞ്ഞെടുത്ത് വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ഐതിഹ്യം. കടൽ നിരപ്പിനും താഴെയാണ് ശ്രീകോവിൽ. എന്നാൽ അവിടെയെങ്ങും വെള്ളം കയറുകയില്ല. 15 അടി ഉയരം വരുന്ന കരിങ്കൽ ഭിത്തി ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നു. ആർത്തലച്ചു വരുന്ന തിരമാലകൾ കരയിലേക്ക് അടുക്കുമ്പോൾ ശാന്തമായി തീരുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ എത്തുന്ന ഭക്തരുടെ മനസ്സും ഈ തിരകൾ പോലെ ശാന്തമാകും. ഇവിടെ സമുദ്രം രാജാവാണ്. സമുദ്രരാജനെ വണങ്ങി വേണം ദർശനം നടത്തേണ്ടത്. ദർശനം കഴിഞ്ഞ് സമുദ്രത്തിൻ്റെ തീരത്ത് പോകുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്താൽ കിട്ടിയ അനുഗ്രഹം സമുദ്രരാജന് സമർപ്പിക്കലാകും എന്ന് വിശ്വാസം. 3 പ്രാകാരങ്ങളുള്ള ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നതാണ് രാജഗോപുരം. ഗോപുരം തൊഴുതാൽ കോടി പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒട്ടേറെ വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഈ മഹാക്ഷേത്രത്തിലെ പൂജാവിധികൾ കേരളീയ ക്ഷേത്രാചാരപ്രകാരമാണ്. അത്ഭുതകരമായ മറ്റൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. 2000 പൂജാരിമാർ ഇവിടെ ദേവനെ പൂജിക്കുന്നു. ദീക്ഷിതരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ക്ഷേത്രനട വെളുപ്പിന് തുറന്നാൽ രാത്രി വരെ അടയ്ക്കാറില്ല. തുടർച്ചയായ പൂജകളാണ്. അതിനാൽ തന്നെ ദർശനം നടത്തുന്നതിന് പ്രത്യേക സമയം നോക്കേണ്ടതില്ല. ദർശനത്തിന് ദിവസവും 10,000-കണക്കിന് ഭക്തരാണ് എത്തുന്നതെങ്കിലും ദർശനത്തിന് അധിക സമയം എടുക്കുകയില്ല. വിശിഷ്ടമായ ജലവിഭൂതി പ്രസാദം ലഭിക്കുന്നതിന് ഏതെങ്കിലും ഒരു പൂജാരിയോട് പറഞ്ഞാൽ മാത്രം മതി. ശ്രീകോവിലിനുള്ളിൽ പ്രസാദമുണ്ടെങ്കിൽ ഉടൻ ലഭിക്കും. ദക്ഷിണ മാത്രം കൊടുത്താൽ പ്രസാദം കിട്ടും. സുബ്രഹ്മണ്യ ഭഗവാന്റെ അവതാര ഉദ്ദേശ്യം തന്നെ ശൂരപത്മാസുരനെയും സിംഹമുഖാസുരനെയും താരകാസുരനെയും വധിക്കുക എന്നതായിരുന്നു. ഈ അസുരന്മാരുടെ താവളമായിരുന്നു തൃച്ചന്തൂർ. ഒരിക്കൽ ഈ അസുരന്മാർ ദേവന്മാരെ ബന്ധനത്തിലാക്കി. ഇതറിഞ്ഞ ബാക്കി ദേവഗണങ്ങൾ ശ്രീ പരമേശ്വരനെ ശരണം പ്രാപിച്ചു. ദേവന്മാരെ മോചിപ്പിക്കുവാൻ പരമശിവൻ സുബ്രഹ്മണ്യനെയാണ് നിയോഗിച്ചത്. പിതാവിൻ്റെ അനുഗ്രഹവും വാങ്ങി സൈന്യത്തെ നയിച്ചുകൊണ്ട് തൃച്ചന്തൂരിലെത്തിയ വേലായുധൻ അസുര സൈന്യത്തെ നേരിട്ടു. താരകനെയും സിംഹമുഖനെയും വധിച്ചു കഴിഞ്ഞപ്പോൾ ശൂരപത്മാസുരൻ മായാജാലം കൊണ്ട് ചൂതവൃക്ഷമായി സമുദ്രമധ്യത്തിൽ നിലയുറപ്പിച്ചു. വേൽ കൊണ്ട് ഭഗവാൻ അവനെ 2ആയി പിളർന്നു. ഒരു ഭാഗം കോഴിയായും മറ്റേ ഭാഗം മയിലായും മാറി. അതുവരെ ആനവാഹനമായിരുന്ന സുബ്രഹ്മണ്യൻ മയിലിനെയും വാഹനമാക്കുകയും കോഴിയെ കൊടിയടയാളം ആക്കുകയും ചെയ്തു. അസുര സൈന്യത്തെ ഒന്നാകെ നശിപ്പിച്ച ശേഷം സ്കന്ദൻ ദേവന്മാരെ മോചിപ്പിച്ചു. സന്തുഷ്ടരായ ദേവന്മാരും ഋഷിമാരും ഭഗവാനെ പാടി സ്തുതിച്ചു. ദേവേന്ദ്രൻ മകളായ ദേവസേനയെ തന്നെ ഭഗവാൻ സമർപ്പിച്ചു. വേദങ്ങൾ പന്നീർ മരങ്ങളായി ഭഗവാനെ സേവിച്ചു. ഈ പന്നീർ മരത്തിൻ്റെ ഇലകളിൽ 12 വരകളുള്ളത് തിരഞ്ഞെടുത്ത് അതിൽ ഭസ്മം വെച്ച് പൂജിച്ചെടുക്കുന്നതാണ് ജലവിഭൂതി പ്രസാദം. വേദമന്ത്രങ്ങളുടെ ശക്തി ഇലയ്ക്കും ഭഗവാന്റെ ശക്തി ഭസ്മത്തിലും ഉള്ളതിനാലാണ് വിഭൂതി പ്രസാദത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടായത്. ശ്രീ ശങ്കരാചാര്യർ സുബ്രഹ്മണ്യ ഭുജംഗത്തിലെ ജലവിഭൂതി പ്രസാദത്തെ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ക്ഷേത്രനടയിലിരുന്നാണ് അദ്ദേഹം സുബ്രഹ്മണ്യ ഭുജംഗം രചിച്ചത്. ആഭിചാര പ്രവർത്തനങ്ങളാൽ കഷ്ടപ്പെട്ടു പോയ അദ്ദേഹം വിഭൂതി പ്രസാദം വാങ്ങി സേവിച്ച് അതിൽ നിന്നും മോചിതനായ ശേഷമാണത്രേ ഇങ്ങനെ എഴുതിയത്: അപസ്മാരകുഷ്ട ക്ഷയാർച്ച പ്രമേഹ ജ്വരന്മാതി ഗുൽമാതി രോഗോ മഹാന്ത പിശാചശ്ച സർവേ ഭവത് ഭദ്രഭൂതിം വിലോക്യ
ക്ഷണാതാരകാരേ ത്രവന്ത്രേ. അപസ്മാരം, കുഷ്ഠം, ക്ഷയം, പ്രമേഹം, ജ്വരം, ഗുൽപ്പം തുടങ്ങിയ മാറാരോഗങ്ങളും പ്രേതപിശാചുകളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ഹേ താരകാന്തക അവിടുത്തെ വിഭൂതിയാൽ മാറ്റപ്പെടുന്നു എന്നദ്ദേഹം ഭഗവാനെ സ്തുതിച്ച് പാടി. ഇവിടുത്തെ പ്രധാന നിവേദ്യം പഞ്ചാമൃതമാണ്. കേരളീയമായ ആരാധനാ സമ്പ്രദായമാണ് ഇവിടെയുള്ളത്. അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെയാണ്. പ്രധാന നിവേദ്യം പഞ്ചാമൃതമാണ്. ദേവന് ദോശ ഇവിടെ ഒരു നിവേദ്യമാണ്. രാവിലെ 5 മണിക്ക് നട തുറന്നാൽ ഉദയമാർത്താണ്ഡ പൂജയാണ് നടക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ പേരിലുള്ള പൂജയാണിത്. മാർത്താണ്ഡവർമ്മയുടെ കാലം വരെ ഉച്ചയ്ക്ക് നട അടച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം ദർശനത്തിന് എത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. നട തുറക്കാൻ വിസമ്മതിച്ച പോറ്റിമാരെ ബലമായി മാറ്റി പകരം ആൾക്കാരെ വെച്ച് നട തുറന്നു. രാവിലെ ഉണർന്നാൽ രാത്രി വരെ നട അടയ്ക്കാൻ പാടില്ലെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ദിവസം 9 പൂജകളാണ് ഇവിടെയുള്ളത്. മൂലപ്രതിഷ്ഠയോട് ചേർത്ത് മാർത്താണ്ഡവർമ്മ നടക്കി വെച്ച തങ്കവിഗ്രഹം ഇപ്പോഴും അവിടെയുണ്ട്. ക്ഷേത്രചരിത്രത്തിൽ ഇവിടുത്തെ വിഗ്രഹം ഡച്ചുകാർ പായ്ക്കപ്പലിലാക്കി മോഷ്ടിച്ചു കൊണ്ടുപോയതും കപ്പൽ തകർന്ന് വിഗ്രഹം കടലിൽ വീണതും പിന്നീടത് വീണ്ടെടുത്ത് പ്രതിഷ്ഠിച്ചതും എല്ലാമായി ഒരുപാട് കഥകളുണ്ട്. ബാലമുരുകനെ കൂടാതെ പരമശിവൻ, കാലഭൈരവൻ, ശത്രുസംഹാരമൂർത്തി, ഗുരുഭഗവാൻ, ശനീശ്വരൻ, മഹാവിഷ്ണു തുടങ്ങിയ ദേവന്മാരുടെ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. തുലാമാസത്തിലെ ഷഷ്ടിയും ഐപ്പിസി മാസത്തിലെ സ്കന്ദഷഷ്ടിയും ആവണി മാസത്തിലെ ഉത്സവവുമെല്ലാം ഇവിടുത്തെ ആഘോഷങ്ങളിൽ പെടുന്നു. വ്യാഴദോഷമുള്ളവരും ചൊവ്വാദോഷമുള്ളവരും ഇവിടെ പ്രത്യേകം ദർശനം നടത്തുന്നത് ഫലപ്രദമാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ തിരക്ക് കൂടുതലാണ്.